ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ ആദ്യ സ്നേഹം. വെളിപ്പാട് ദിവസം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഒരു വാക്യം വായിക്കുന്നത്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എഫേസോസിലെ സഭയോടുള്ള ദൂതാണ് നമ്മളിവിടെ വായിച്ചത്. നമ്മൾ തിരുവനന്തപുരത്തിൽ കാണുന്നത് എഫേസോസ് ഏരിയയിൽ പൗലോസ് 2-3 വർഷക്കാലം അവിടെ നിന്ന് പ്രവർത്തിച്ചു. അപ്പോസ്തല പ്രവൃത്തി 19:10 വായിക്കുന്നത്, ഞാൻ 2 സംവത്സരത്തോളം നടക്കയിൽ ആസിയയിൽ പാർക്കുന്ന സഹോദരന്മാരും യഹൂദന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി. 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുകയും. അപ്പോൾ എഫേസോസ് സഭ നല്ല സഭയായിരുന്നു. അതായത് എഫേസോസ് സഭ അവിടുത്തെ ക്യാപിറ്റൽ ക്രിസ്ത്യൻ ക്യാപിറ്റലാണെന്ന് ആണ് പറയാം എഫേസോസ് സഭ. പക്ഷേ 30 യോഹന്നാന് ദർശനം ഉണ്ടാകുന്നത് AD 90 അല്ല അതിനടുത്താണ്. അപ്പോൾ അതായത് 30-25 വർഷം കഴിഞ്ഞപ്പോൾ എഫേസോസ് സഭയുടെ ആത്മീയം തകർന്നു, അതായത് മന്ദഗതിയിലായി. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് നമ്മളോട് വായിക്കുകയാണ്. ദൈവമക്കളെ, ഇന്ന് നാം പെന്തക്കോസ്തുകാരാണെന്ന് ക്ലെയിം ചെയ്യുന്നു. കേരളക്കരയിൽ 1920 ആണ്ടുകളിലാണ് തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ നാം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ, പോയോ? എഫേസോസ് സഭയ്ക്ക് സംഭവിച്ചത് കണ്ടല്ലോ. അവർ നമ്മൾ വെളിപ്പാടിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് അപ്പോസ്തലന്മാരല്ലാതെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് അവർ ദൈവവചനത്തെ അത് മാറ്റി സംസാരിച്ച് അനേകരെ തെറ്റിച്ചു കളഞ്ഞു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇത് ഇന്ന് കേരളക്കരയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ജനത്തിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ കർത്താവ് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അയാൾ ഈ ദൈവമക്കളെ, അതെ, മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ വരും. അതെ, നമ്മളിലുള്ള കുറവെന്താണ്? നമ്മളെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു. ആധുനിക സഭയിലും ഈ കുറവ് തന്നെ നമ്മൾ കാണുന്നു. സത്യത്തിന് വേണ്ടിയുള്ള വളരെ വാഞ്ച ഉണ്ട്. നമുക്ക് താഴ്ത്തിയേൽപ്പിക്കാം, നമുക്ക് മാനസാന്തരപ്പെടാം. ഗോഡ് ബ്ലെസ് യു ഓൾ.